ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിദ മൊയ്തീൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ടേസ്റ്റി ഷവർമയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കുബൂസ് തയ്യാറാക്കാം. അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 കപ്പ് മൈദ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് നേരിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ടായിട്ട് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് സോക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇറക്കി വെച്ചിട്ടുള്ള മൈദയിലോട്ട് നമ്മുടെ ഈ ഈസ്റ്റ് ഒഴിച്ച് ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. നല്ല സ്മൂത്ത് ആവുന്നത് വരെ നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റും കൂടിയാവണം നമ്മുടെ മിക്സ്. എന്നാലാണ് നമ്മുടെ കുബൂസ് കുറച്ച് ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റൊക്കെ ആയി വരുള്ളൂ. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. നനഞ്ഞ തുണി വെച്ചത് നന്നായിട്ട് കവർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ ഷവർമയിലോട്ട് ആവശ്യമായ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലോട്ടായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ടായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, കുറച്ച് ഗരം മസാല പൗഡറും എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുബൂസിൻ്റെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് കട്ടിയാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കുബൂസൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുബൂസുകളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷവർമയിലോട്ട് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ക്യാപ്സിക്കം, ഒരു കുക്കുംബർ, 3 ക്യാരറ്റ്, കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു ക്യാബേജ് അതിൻ്റെ ഹാഫാട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിലോട്ടായിട്ട് ഞാനൊരു ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മയോണീസും കൂടി തയ്യാറാക്കണം. മയോണീസിൻ്റെ വീഡിയോ നമുക്ക് മുന്നേ നമ്മൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, കുറച്ച് ഓണിയനും കൂടി ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് കുക്കുംബർ, ക്യാപ്സിക്കം ഒക്കെ നമ്മൾ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടായിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനും കൂടി നമുക്ക് ഇതിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ നേരത്തെ ചിക്കനിലൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഓവർ ആവാനും ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണീസും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മയോണീസ് ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ വെജിറ്റബിൾസിൻ്റെ വെള്ളമൊക്കെ ഇതിലോട്ട് ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മയോണീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷവർമയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ടായിട്ട് ഫോയിൽ പേപ്പറാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫോയിൽ പേപ്പറിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിലോട്ടായിട്ട് നമ്മൾ കുബൂസ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് മയോണീസ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനായിട്ട് മതി കേട്ടോ. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. മയോണൈസിൻ്റെ റെസിപ്പി നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.